നെക്സ്റ്റ് നമ്മൾ ഇൻഡെക്സ് കോളും കണ്ടീഷണൽ കോളം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഡെക്സ് കോളം എന്ന് പറയുമ്പോൾ എന്താ, നമുക്കിവിടെ ഓൾറെഡി 1 2 3 4 ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ ഇൻഡെക്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അതിന് ആഡ് കോൾ എടുക്കാം. ഇൻഡെക്സ് കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറെ ഓപ്ഷൻസ്, ഇപ്പം 0 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, 1 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ഓക്കെ, അപ്പം 1 സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പൊ ഞാനിവിടെ 1 കൊടുത്തു, ഫ്രം 1 കൊടുത്തു. അപ്പൊ ഇവിടെ എന്തായി, വേറൊരു പുതിയൊരു കോളം ജനറേറ്റ് ആയിട്ട് അതിൽ ഇൻഡെക്സ് വാല്യൂസ് വന്നു കേട്ടോ. 1 2 3 4 താഴെ വരെ വാല്യൂസ് വന്നു. നെക്സ്റ്റ് എനിക്കിപ്പോ ഇൻഡെക്സ് വാല്യൂസ് വന്നേക്കുന്നതാ ലാസ്റ്റ് കോൾ ആയിട്ടാണ് വന്നേക്കുന്നത്. എനിക്കിതിനെ ഫസ്റ്റ് കോൾ ആയിട്ട് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോവാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. ഇതിൽ മൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലെന്താ ടു ബിഗിനിങ് ഇടാം. അപ്പൊ അത് ആദ്യം പോയി കിടക്കും. ഇനി ഇതിപ്പോ ഞാൻ ക്ലോസ് ചെയ്ത് കളയാണ്. ഓക്കെ, അപ്പം അതാണ് ഇൻഡെക്സ് കോളം. നെക്സ്റ്റ് വരുന്നത് കണ്ടീഷണൽ കോളം ആണ്. കണ്ടീഷണൽ കോളം എന്താ, കണ്ടീഷൻ എന്ന് കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാം. അപ്പൊ പൈത്തണിലൊക്കെ നമ്മൾ ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്യാറില്ലേ, സെയിം അത് തന്നെയാണ് നമ്മൾ ഈ പവർ ബിഐയിലും യൂസ് ചെയ്യുന്നത്. ഈഫ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മളൊരു കുറച്ച് ഔട്ട്പുട്ട് കിട്ടാം. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോണത്, നമ്മളുടെ സെയിൽസ് ഡാറ്റ 2021 എന്താ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. അപ്പം ഈ ഓർഡർ ക്വാണ്ടിറ്റിയിൽ എന്താ 1 മാത്രമായിരിക്കില്ല ഉള്ളത്. ഓക്കെ, നമുക്കിവിടെ ഫിൽട്ടർ ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ, ഇവിടെ 3 ഉണ്ട്, അങ്ങനെ വേറെ വാല്യൂസ് ഒക്കെ ഉണ്ടാവാം. അപ്പം ഇവിടെ 1 താഴെയുള്ളത് അല്ലെങ്കിൽ ഈക്വൽസ് ടു 1 ആണെങ്കിൽ എനിക്ക് വേറൊരു കോളം, മീൻസ് വേറൊരു കോളം ഇവിടെ ക്രിയേറ്റ് ആയിട്ട് എനിക്ക് അതിൽ ഔട്ട്പുട്ട് കാണണം. 1 ആണെങ്കിൽ എനിക്ക് അവിടെ സിംഗിൾ ഐറ്റം എന്നും, 1 കൂടുതൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഐറ്റം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ വേറൊരു പുതിയൊരു കോളം ജനറേറ്റ് ആയിട്ട് അതിൽ വാല്യൂസ് കാണും. അപ്പൊ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ കണ്ടീഷണൽ കോളം യൂസ് ചെയ്യുന്നത്. കണ്ടീഷണൽ കോളം എന്താ, സെയിം ആഡ് കോളത്തിൽ തന്നെ ഇൻഡെക്സ് കോളത്തിന്റെ മുകളിലായിട്ട് കണ്ടീഷണൽ കോളം കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ ന്യൂ കോളം നെയിം, പുതിയ കോളം വരും എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ അതിനൊരു പേര് കൊടുക്കണ്ടേ. അപ്പൊ ഞാനിവിടെ ക്വാണ്ടിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കാണ്. ക്വാണ്ടിറ്റി ടൈപ്പ്, എന്റെ കോളത്തിന്റെ പേര് ക്വാണ്ടിറ്റി ടൈപ്പ് ആണ്. ഇനി ഇവിടെ കോളം നെയിം കൊടുക്കണം. ഏത് കോളത്തിന്റെ വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്ന് കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കോളത്തിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ എന്താ ഓർഡർ ക്വാണ്ടിറ്റി കൊടുത്തു. നെക്സ്റ്റ് 1 ഈക്വൽ ആണ്, ആ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 ഈക്വൽ ആണെങ്കിൽ എനിക്ക് എന്താ ഇവിടെ ഔട്ട്പുട്ട് കിട്ടേണ്ടത്, സിംഗിൾ ഐറ്റം എന്ന് കിട്ടണം. ഓക്കെ, ഇനി എനിക്ക് വേറെ കണ്ടീഷൻ കൂടി കൊടുക്കണ്ടേ. അപ്പൊ അതിന് ഞാൻ ആഡ് ക്ലോസ് എടുക്കാം. ഇനി എന്താ, ഈ ഫെൽസിൽ എന്ത് വരും, സെയിം കോളം ഓർഡർ ക്വാണ്ടിറ്റീനെ തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇനി എന്ത് ഇവിടെ വരാം, ഈക്വൽസ് ടു അല്ല വരാം, ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ. ഓൾറെഡി നമ്മളിവിടെ ഈക്വൽസ് കൊടുത്തു. ഇനി 1 കൂടുതലാണെങ്കിൽ ഇവിടെ 1 തന്നെ കൊടുക്കാം. എന്തെനിക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്, മൾട്ടിപ്പിൾ ഐറ്റം എന്ന് പറഞ്ഞ് കിട്ടണം. ഇനി എന്താ, ഇനി നമുക്ക് എൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എന്താ, ഇത് രണ്ടും അല്ലെങ്കിൽ എന്താ ഒരു ഔട്ട്പുട്ട് ഇടണ്ടേ. അപ്പൊ ഞാനിവിടെ അതർ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ വീണ്ടും ആഡ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് കണ്ടീഷൻ നമ്മൾ എൽസിലാണ് കൊടുക്കുക. ഓക്കെ, അതർ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ കൊടുക്കുക. കണ്ടോ, നമുക്കിവിടെ ക്വാണ്ടിറ്റി ടൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു കോളം അവിടെ ആഡ് ആയി. നമുക്ക് അവിടെ വാല്യൂസ് കാണാൻ പറ്റും. സിംഗിൾ ഐറ്റം ഉണ്ട്, മൾട്ടിപ്പിൾ ഐറ്റം ഉണ്ടാവും.